നമ്മൾ സ്ട്രീറ്റിൽ പോകുമ്പോഴത്തേനും കാണും 100 രൂപയ്ക്ക് 5 കിലോ. ചില സമയങ്ങളിൽ ഒരു 100 രൂപയുടെ നോട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 100 രൂപ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നമുക്ക് 8 കിലോ വരെ സവോള കിട്ടിയിരുന്ന സമയമുണ്ട്. എന്നാൽ 100 രൂപ കൊടുത്താൽ 1 കിലോ തന്നെ കഷ്ടിച്ച് കിട്ടാത്ത സമയമുണ്ടായിരുന്നു. ഇതിൻ്റെ അവൈലബിലിറ്റിയും കുറവായിരുന്നു. അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇതാണ് എല്ലാ സാധനങ്ങളുടെയും ഈ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് അവൈലബിലിറ്റി കുറവാണ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ. നാച്ചുറലി അവൈലബിലിറ്റി കുറവായതുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകും. അവൈലബിലിറ്റി കൂടുമ്പോഴത്തേനും പ്രൈസ് താഴോട്ട് വരും. സവോള 100 രൂപയ്ക്ക് 1 കിലോ മേടിച്ചിട്ട് നമ്മൾ അതേ 100 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് 5, 6, 7, 8 കിലോ വരെയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പം ഇതാണ് സ്കേഴ്സിറ്റി വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രൈസ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. പ്രൈസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള ചുരുക്കം.